ഇന്ന് ഞാനൊരു സൈലന്റ് ബോംബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഇനി പടത്തിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഫ്രം നാപ്തോളാണ്. ഇവനെ നിനക്കറിയോ? ആരെ? അവനാണ് നീ. രണ്ടു പോയേ എന്താണ് ഇത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് വെളിയിലാക്കട്ടെ. ആ പാടെ ജീവിതം മൂഞ്ഞു. ഈ പടത്തിലെ നായികനെ കുറിച്ച് പറയണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് ഓരോ പേട്ടപ്പടങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ കയറി അഭിനയിക്കുന്ന ചേച്ചിയാണ് ഈ സിനിമയിലെ നായിക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ ഈ സിനിമയിൽ ഒരു കാലാവസ്ഥ നിരീക്ഷണം ചെയ്യുന്ന ഒരു സയന്റിസ്റ്റാ. ഇങ്ങേര് സയന്റിസ്റ്റ് ആയ കാരണം ഇങ്ങേരുടെ ടീമിൽ ഒരു ഭൂകാന്താടിയുള്ള ഒരു സയന്റിസ്റ്റ് വേണമല്ലോ. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ വെറുതെ സംസാരിച്ചാൽ വരെ അത് പ്രാസം പറ്റിയിട്ടാ സംസാരിക്കുള്ളൂ. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. പിന്നെ നമ്മുടെ നാപ്തോളേട്ടന് ഒരു ഹോബി ഉണ്ട്. വൈഫിനെ സുഹൃത്ത് എന്നൊക്കെയാണ് വിളിക്കുക. അവളുടെ ഭർത്താവ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാന്ന്. ഇന്ന് കോഫി എടുക്കട്ടെ ഒരു ചേഞ്ചിന്? സുഹൃത്തെ, എനിക്ക് ചേഞ്ച് വേണ്ട. ഇതങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതോരോന്ന് കഴിച്ചാൽ മതി. പിന്നെ ഒരു ക്യാമിയോണ് ഗൈസ്. അത് ആരാന്ന് ചോദിച്ചാ ഓൾറെഡി പൊട്ടിത്തെറിക്കാൻ പോണ സിനിമയിൽ ക്യാമിയോ ചെയ്യുന്നത് ആരാ? ഞാനാ ചെയ്തേ. ഇതിലും വളരെ സർവ്വസാധാരണമാണ് എനിക്ക്. ഈ സിനിമയിൽ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഒരു ഡെലിവറി ബോയാ. വന്ന് നമ്മുടെ ധ്യാൻ ചേട്ടൻ ഡെലിവറി ബോയ് ആയിട്ട് വന്നിട്ട് ബോംബിടാൻ വരെ തുടങ്ങി. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടൻ ഈ സിനിമയിൽ ഡയലോഗുകളൊക്കെ ഭയങ്കര കുറവാ. ഫുൾ ടൈം വെറുതെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതാണ് ധ്യാൻ ചേട്ടന്റെ ഈ സിനിമയിലെ റോള്. എടാ, ഞാൻ പുതിയൊരു ബോംബ് ഉണ്ടാക്കിയതാ, സൈലന്റ് ബോംബ്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന് ഒരു ഹോബി ഉണ്ട്. വീട്ടിലിരുന്നിട്ട് ഓരോ പേട്ടപ്പടങ്ങളിൽ ഫോണിൽ ഇരുന്നിട്ട് കാണും. ഒരു പ്രത്യേക ജീവിതല്ലേ. പിന്നെ ഒരു ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ നമ്മുടെ നാപ്തോളേട്ടന്റെ ഫ്ലാറ്റിലേക്ക് പോകും. എന്നിട്ട് നാപ്തോളേട്ടന്റെ ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യും. പിന്നെ രാത്രി നമ്മുടെ നാപ്തോളേട്ടൻ വരുമ്പോൾ സെക്യൂരിറ്റികൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് അത് ചേച്ചിയോട് ചോദിക്കുമ്പോൾ വന്നിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഇങ്ങേർക്ക് സംശയം തോന്നിയിട്ട് CCTV പോയി ചെക്ക് ചെയ്യും. പിന്നെ ഇങ്ങേർക്ക് സംശയം കൂടിയിട്ട് ഡിപ്രഷനായിട്ട് ഒരു പേട്ടപ്പാട്ടം കിടും. And I was only far away. Would I run off the world someday? Nobody knows. Nobody knows. തൂങ്ങിച്ചാവണം നിൽക്കരുത് കേട്ടാ. പിന്നെ അടുത്ത ദിവസം നമ്മുടെ ധ്യാൻ ചേട്ടൻ വീണ്ടും ആ ഫ്ലാറ്റിലേക്ക് വരും. പിന്നെ ഒരു ടെസ്റ്റാണ് ഗൈസ്. നമ്മുടെ ധ്യാൻ ചേട്ടൻ ആ ചേച്ചീനെ കാണാൻ വന്നതല്ലേ. ധ്യാൻ ചേട്ടന് വേറെ ഒരു ക്രഷ് ഉണ്ട്. ധ്യാൻ ചേട്ടൻ എന്നിട്ട് ഫ്ലാറ്റിൽ അപ്പനില്ല എന്ന് പറഞ്ഞിട്ട് ക്രഷായിട്ട് അവരാധിക്കാൻ പോകുമ്പോൾ അവിടെ അപ്പനുണ്ട് ഗൈസ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. എന്നിട്ട് ധ്യാൻ ചേട്ടനെ കൺവിൻസിങ് അണ്ണൻ ഇടിച്ചു കൂട്ടിയിട്ട് ഫ്ലാറ്റിൽ ഇട്ടിട്ട് പൂട്ടും. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള് സംസാരിക്കോ? ഞാൻ ശരിക്കും വല്ല ഊമയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ധ്യാൻ ചേട്ടന്റെ വായിൽ തുണി തിരികെ വെക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടാ ഞാൻ ഓടി നടന്ന് പോകുമ്പോണ്ടിരിക്കല്ല, അതിനിടയിൽ ഡബ് ചെയ്യാൻ എനിക്ക് സമയമില്ല. വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ് ഉണ്ടാലോ. മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. പിന്നെ നമ്മുടെ നാപ്തോളേട്ടന് സംശയം മൂത്തിട്ട് ഫ്ലാറ്റിൽ ആരാ വരണേന്ന് അറിയാൻ വേണ്ടിട്ട് മൂപ്പരില്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നും. ഐഡിയ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയോട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, ഞാനൊരു സ്ഥലത്തേക്ക് പോവാണെന്ന് പറയും. എന്നിട്ട് ആ ഫ്ലാറ്റിൽ എന്നെ മൂപ്പര് ഒരു റൂമിൽ ഒളിച്ചിരിക്കും. എന്നിട്ട് ആരാ വരണേന്ന് കണ്ടുപിടിക്കാനാണ്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ. പിന്നെ ഇങ്ങേര് റൂമിൽ ഒളിക്കാൻ പോകുമ്പോ ഇങ്ങേരുടെ കുറച്ച് വാഴത്തരങ്ങളുണ്ട്. ആ ചപ്പാത്തി എടുത്ത കൈകൊണ്ട് തന്നെ ഇങ്ങേര് ആ പെട്ടി എടുത്തിട്ട് പോവും. എനിക്ക് എന്റേതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. And they always work. പിന്നെ ചേച്ചി ആ ഫ്ലാറ്റ് ലോക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മുടെ നാപ്തോളേട്ടൻ ചേച്ചിനെ വിളിച്ചിട്ട് ഇപ്പൊ എവിടെയാന്ന് ചോദിക്കും. അപ്പൊ ആ ചേച്ചി ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്ന് പറയും. നീ എവിടെയാ? ഞാനിവിടെ ഫ്ലാറ്റില്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി അപ്പനെ കാണാൻ വീട്ടിലേക്ക് പോയത്. അപ്പൊ എന്തിനാണ് നമ്മുടെ നാപ്തോളേട്ടനോട് കള്ളം പറഞ്ഞതെന്ന് വെച്ചാൽ പേട്ടപ്പെടണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ പാണ്ടിലോറിക്ക് ഡീസൽ അടിക്കണ മാതിരി വെള്ളം അടിക്കും. എന്നിട്ട് ഏട്ടന്റെ മാനറസ് ഒക്കെ കാണിക്കാനൊക്കെ നോക്കും. പിന്നെ മോർണിംഗ് ആവുമ്പോ മറ്റേ ചേച്ചി വീട്ടുകാരും കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരും. ഇവര് വന്ന കാര്യം അറിയുമ്പോൾ നമ്മുടെ നാപ്തോളേട്ടൻ വീണ്ടും ആ റൂമിൽ പോയിട്ട് ഒളിക്കും. എന്നിട്ട് ഇവര് ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കും. അല്ല അപ്പൊ ആ സൗണ്ട് കേൾക്കില്ലേ ഇവർക്ക്? ഞങ്ങൾക്ക് കേൾക്കില്ല, കാരണം ഇതൊരു പേട്ടപ്പടാണ്.
പിന്നെ നമ്മുടെ നാപ്തോളേട്ടൻ്റെ കയ്യിലൊരു റിപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഫ്ലഡ് ഉണ്ടായതിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അത് കൊടുത്തില്ലെങ്കിൽ സർക്കാർ വീരുന്നൊക്കെയാണ് ഇവർ പറയണത്. നാപ്തോളേട്ടൻ റൂമിൽ ലോക്കായ കാരണം വൻ സീനോ വന്നിട്ട് പോലീസുകാരൊക്കെ അന്വേഷിക്കും. പിന്നെ ഇവർ അന്വേഷണത്തിനെ കുറിച്ച് പറയണമെങ്കിൽ സൈബർ സെല്ലിനെ വിളിച്ചിട്ട് ആ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ല. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ നാപ്തോളേട്ടൻ ആ ഫ്ലാറ്റിൽ നിന്ന് ചാടും. ചാടിയിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു പടക്കത്തിൻ്റെ സ്മെല്ലടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ധ്യാൻ ചേട്ടൻ. പിന്നെ ഇവർ സംസാരിക്കുമ്പോൾ നമ്മുടെ നാപ്തോളേട്ടൻ്റെ സംശയമൊക്കെ മാറും. പിന്നെ അടുത്ത ദിവസം ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പടം കഴിയും. പിന്നെ ഇങ്ങനെ കക്കൂസയിലിരിക്കുമ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ വിളിക്കും ചെന്നൈക്ക് പോവാന്ന് പറഞ്ഞിട്ട്. നീ എവിടെ? ഞാനേ ബസ്സിലാ, ചെന്നൈക്ക് പോവാ.